ഹായ് ഫ്രണ്ട്സ്, ഗപ്പി ഫാമിംഗ് സീരീസിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയതായി വാങ്ങിയിട്ടുള്ള ഗപ്പീസിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഗപ്പീസിനെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മൾ കുറച്ച് ഫുഡും നമ്മുടെ ഗപ്പീസിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പേപ്പറൊക്കെ നനച്ചിട്ടാണ് നമുക്ക് ഈ കൊറിയർ കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. പേപ്പറൊക്കെ നനച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ഫിഷസിനെയായി പുറത്തെടുക്കാം. നമ്മൾ 2 വെറൈറ്റി ഫിഷസിനെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, 2 വെറൈറ്റി ഗപ്പീസിനെ. അപ്പോൾ നമുക്ക് ഗപ്പീസ് ഏതൊക്കെയാണെന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ബാക്കിയായിട്ട് നമുക്ക് കാണാം. ഞാനിവിടെ ഓരോ ഫിഷസിനെയും നോക്കി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ 2 പെയർ ഗപ്പീസിനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ നമുക്ക് എക്സ്ട്രാ ഒരു ഫിഷിൻ്റെ ഫീമെയിലിനെ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിഷസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ ഗപ്പീസിനെ ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ടാങ്കിൽ ഇറക്കിയിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15-20 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഗപ്പീസിനെയൊക്കെ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടാം. പുതിയതായി വരുന്ന ഗപ്പീസിന് വേണ്ടി ടാങ്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ ഗപ്പീസിന് വേണ്ടി ടാങ്ക് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഉള്ളത്. അത് എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് നമ്മൾ വാങ്ങിയ ഒരു വെറൈറ്റി ഗപ്പിയുടെ മെയിൽ ഫിഷാണ് കേട്ടോ ഇത്. ഗോൾഡൻ യെല്ലോ ലൈസ് എന്ന് പറയുന്ന ഒരു ഗപ്പിയുടെ ഗ്ലാസ് ബെല്ലി വെറൈറ്റിയാണ് ഇത്. ഷോർട്ട് ബോഡിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെറ്റൽ റെഡ് ഡ്രാഗൺ റോസ്റ്റെയിൽ എന്ന് പറയുന്ന ഒരു ഫിഷിൻ്റെ മെയിൽ ഫിഷിനെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയുള്ള ഒരു ഫിഷാണ്. ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ അത്യാവശ്യം പുതിയ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ടെമ്പറേച്ചർ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ ടാങ്കിലേക്കും നമ്മുടെ അതാത് ഗപ്പീസിനെ ഇറക്കി വിടാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ഗപ്പിയാണ് ഗോൾഡൻ യെല്ലോ ലേസ് എന്ന് പറയുന്നത്. ഇത് ഗ്ലാസ് ബെല്ലിയാണ്. അതുപോലെ തന്നെ ഷോർട്ട് ബോഡി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗപ്പിയാണ് ഇത്. ഇതിൻ്റെ റെഡ് ഐ വെറൈറ്റിയും നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ബ്ലാക്ക് ഐ ആണ് ഇന്ന് വാങ്ങിയിട്ടുള്ളത്. ബ്ലാക്ക് ഐ ആയതുകൊണ്ട് നമ്മുടെ ബിഗിനേഴ്സിനെല്ലാം ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വെറൈറ്റി ഫിഷ് തന്നെയാണ് നമ്മുടെ ഗോൾഡൻ യെല്ലോ ലൈസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെറൈറ്റിയാണ് മെറ്റൽ റെഡ് ഡ്രാഗൺ റോസ്റ്റെയിൽ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ അത്യാവശ്യം പുതിയതായി ഇറങ്ങിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷ് വാങ്ങിയിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും വളരെയധികം ഭംഗിയാണ് നമ്മളെ ഇവരെ നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ ഉള്ളതിനേക്കാളും വളരെയധികം ഭംഗിയുള്ള ഒരു ഫിഷ് തന്നെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൽബിനോ ഗപ്പീസിനെ വളർത്തുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. ഇവർക്ക് ബ്ലാക്ക് ഐയുടെ അത്ര ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് സാധാരണയായി പറയാറുള്ളത്. നമ്മുടെ മൊയ്ന കൾച്ചർ സക്സസ് ആയോ അതോ ഫെയിലായോ എന്നൊന്നും നമ്മൾ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.